ഹായ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോർട്ട് സ്റ്റോറി കിടക്കുകയാണ്. വെർജീനിയ വുൾഫിൻ്റെ ദ ലെഗസി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി 1940 എഴുതിയത്. അപ്പോൾ വെർജീനിയ വുൾഫ് എന്ന് പറയുന്നത് ലണ്ടനിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ടാലൻ്റായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റൈറ്ററാണ്. അവരുടെ ഫാദർ വഴിയാണ് അവർ ഈ ബുക്കുകളുടെ ലോകത്തേക്കും കഥകളുടെ ലോകത്തേക്കൊക്കെ എത്തുന്നത്. വുൾഫ് എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡാണ്. അവർ ഫിലോസഫറാണ്, തിങ്കറാണ്. ലിയനാർഡ് വുൾഫ് എന്നാണ് പേര്. അതേപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലിലാണ് അവർ കൂടുതലും എഴുതിയിട്ടുള്ളത്. അവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ ബൈൻഡിങ് മൈൻഡ് ആണെങ്കിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അങ്ങനെ കാരണം ഒരു എന്താ പറയുക, മിക്കവാറും സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ സ്ത്രീ റൈറ്റേഴ്സിൻ്റെ ഒരു ടെക്നിക്കായിരിക്കും എപ്പോഴും. അതേപോലെ സ്ത്രീ പ്രൊട്ടോഗണിസ്റ്റുകളെ കാരണം അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കഥാപാത്രമായിട്ട് വരിക. കാരണം അവരുടെ ഇന്നർ ഫീലിങ്സ്, ഒരു സ്ത്രീയുടെ ഇന്നർ ഫീലിങ്സ്, ചിന്തകൾ, അതിലൂടെ ആയിരിക്കും ആ കഥ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ലെഗസിയും അതേപോലെ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലാണ്. പിന്നെ ഈ വെർജീനിയ വുൾഫ് മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്, അതായത് സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുമ്പോൾ അതിനാണ് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലെഗസി എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി അതേപോലെ ഒരുപാട് മിസ്റ്ററീസ് ഒളിപ്പിച്ച് വെച്ച ഷോർട്ട് സ്റ്റോറിയാണ്. അതായത് ഒരു വിഡോവറിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ്. അതായത് തൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട്, അതായത് ഗിൽബർട്ട് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഹസ്ബൻഡ് അവരുടെ ഭാര്യ ആയിട്ടുള്ള ഏഞ്ചൽ മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോയതിന് ശേഷം അവരുടെ ഒരു ഡയറി എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത് ഗിൽബർട്ട് ഏഞ്ചല ക്ലാൻഡണിൻ്റെ ഡയറി എടുത്ത് നോക്കുകയാണ്. അവർ പൊളിറ്റീഷ്യൻ ആയിരിക്കും കേട്ടോ ഗിൽബർട്ട്. അപ്പം ഏഞ്ചല എന്തൊക്കെയാണ് അവശേഷിപ്പിച്ച് പോയിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ 6 ആഴ്ച മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ ഡയറി വായിക്കുമ്പോൾ ഹസ്ബൻഡിന് വേറെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതായത് അവിടെ ഒരു പേൾ ബ്രൂച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും. പേൾ ബ്രൂച്ച് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻസൊക്കെ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പിന്നാണ്. അതായത് നമ്മൾ ഷോളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ കുത്തി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന എക്സ്പെൻസീവായിട്ടുള്ള പിന്നുകളുണ്ടല്ലോ, പേളൊക്കെ അതിലിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പിന്ന് അത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു പിന്ന് അവരുടെ സെക്രട്ടറി ആയിട്ടുള്ള സിസി മില്ലറിന് അവർ വെച്ചിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് അവരുടെ ഫ്രണ്ട്സിന് അവർ ഒരുപാട് ഗിഫ്റ്റ്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഓരോരുത്തർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത് സെക്രട്ടറി ആയിട്ടുള്ള സിസി മില്ലറിന് കൊടുക്കുകയാണ്. അപ്പോൾ സിസി മില്ലർ അവിടെ വന്നങ്ങാണ്ട് ആ ഗിഫ്റ്റ് സ്വീകരിക്കുകയാണ്. അപ്പോൾ സിസി മില്ലർ അല്ലെങ്കിൽ തന്നെ കുറച്ച് വിഷമത്തിലാണ്. കാരണം അവരുടെ ബ്രദറും കുറച്ച് ദിവസം മുമ്പ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രദർ. അപ്പോൾ ഏഞ്ചല കാർ ആക്സിഡൻറ്റിൽ മരിച്ചു, അതേപോലെ ബ്രദർ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമവും സിസി മില്ലർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗിൽബർട്ട് ഗിൽബർട്ടിന് വേണ്ടിയിട്ട് ഏഞ്ചല പ്രത്യേകിച്ച് ഈ ഒരു ഡയറി അല്ലാതെ വേറൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 15 വോളിയം ഓഫ് ഡയറി മാത്രമാണ് അവശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് ഓരോന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആദ്യം അതിൻ്റെ വോളിയൂംസിലൊക്കെ വരുന്നത് ഒരു സുന്ദരനായ ഒരു പുരുഷനെ കുറിച്ചും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിൽബർട്ട് ഭയങ്കര പ്രൗഡായി, കാരണം തൻ്റെ ഭാര്യ തന്നെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന രീതിയിൽ. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ BM എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന്. അതായത് തൻ്റെ ഭാര്യക്ക് താൻ അറിയാതെ ഒരു ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലവറും ഇവരും തമ്മിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസിൻ്റെ ഒക്കെ പുറത്താണ് ഇവർ സൂയിസൈഡ് ചെയ്തിട്ടുള്ള സത്യം ആ ഒരു ഡയറിയിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പുരുഷനെ മനോഹരമായി വർണ്ണിച്ചത് ഒക്കെ കാണുമ്പോൾ താനാണ് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് മനസ്സിലാവുക ആ ലവറും അവരും ഇയാളുമായിട്ടൊരു കമ്പാരിസൺ മാത്രമാണ് അവിടെ തന്നിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിസി മില്ലർ എന്ന് പറയുന്നത്, ആ സിസി മില്ലറിൻ്റെ ബ്രദർ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ BM എന്ന് പറയുന്നത്. അപ്പോൾ സിസി മില്ലറിൻ്റെ ബ്രദർ BM ആണ് നമ്മുടെ ഏഞ്ചലയുടെ
ലവർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ നേരത്തെ എന്താണ് സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു സംസാരത്തിൽ. അപ്പോൾ അതൊക്കെ ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ ഒരു ദിവസം ഹസ്ബൻഡ് പൊളിറ്റീഷ്യനാണല്ലോ, അപ്പോൾ പുറത്ത് പോയിങ്ങാണ്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അതേപോലെ എന്താണ് ഏഞ്ചലാണെങ്കിലും കുറേ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ പുറത്ത് സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവർ പലപ്പോഴും സോഷ്യൽ ആക്ടിവിറ്റി എന്ന പേരിൽ BM കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ BM കുറിച്ച് ഇവർ തമ്മിൽ നല്ല ഒരു ഭയങ്കര ഒരു ബോണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പൊളിറ്റീഷ്യൻ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കി. അത് വിളിച്ച് വരുത്തിയിട്ട് അവരെന്തായിരിക്കും തന്നെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലൊരു ഫീലിംഗ് ഹസ്ബൻഡിന് ഉണ്ടാക്കി. പക്ഷെ പിന്നീടുള്ള കുറച്ച് പേജുകൾ എന്ന് പറയുന്നത് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ തമ്മിൽ സംസാരിക്കായിരുന്നു. കാരണം ഏഞ്ചലക്കും BM ഒരുമിച്ച് ജീവിക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തേക്ക് ഒരു സാമൂഹികമായ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ഹസ്ബൻഡുള്ള ഒരു സ്ത്രീ അങ്ങനെ വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകുന്നത് ജീവിക്കുന്നതൊന്നും ഒരിക്കലും അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിൽ പിന്നെ വന്നപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഈ BM എന്താണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം അതറിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ ഏഞ്ചല ഒരു കാറിനെ മുന്നിലേക്ക് എടുത്ത് ചാടി സ്വയം സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ BM ഒരു എന്താണ് സൂയിസൈഡിൻ്റെ റെസ്പോൺസ് എന്ന രീതിയിലാണ് പിന്നെ നമ്മുടെ ഏഞ്ചലയുടെ ഒരു സൂയിസൈഡിൽ കാർ ആക്സിഡൻറ്റ് സ്വയം വരുത്തി വെച്ച കാർ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം അവൾ പിന്നെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചില്ല, മരിച്ചുപോയ ലവറിൻ്റെ കൂടെ തന്നെ മരണശേഷം അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ള രീതിയിലാണ് ഈ കഥ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഷോർട്ട് സ്റ്റോറിയാണ്. അതേപോലെ എന്താണ് ഒരു വുമണിൻ്റെ ഡെത്തിനെ ചുറ്റിപ്പറ്റി ഏഞ്ചല എന്ന് പറഞ്ഞ വുമണിൻ്റെ ഡെത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മിസ്റ്ററി എന്താണെന്നുള്ളത് ചുരുളഴിയാണ് ചെയ്യുന്നത്. പിന്നെ അവരും അവരുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു ബോണ്ടിനൊക്കെ, അതായത് അവർ തമ്മിൽ ഇമോഷണലി ഡിറ്റാച്ച്ഡായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്. അപ്പോൾ അവിടെ അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ലോയാലിറ്റി, ആ ഒരു ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ബിട്രയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തീമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ഹസ്ബൻഡ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് എൻ്റെ ഭാര്യനെ കുറിച്ച് എല്ലാം അറിയാം, ഞാൻ അറിയാൻ നമുക്കൊന്നുമില്ല എന്നാണ്. പക്ഷേ ഒരു ഹിഡൻ ഇന്നർ ലൈഫ് ഓഫ് ദ വുമൺ ഇമോഷൻസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ദ ലെഗസി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ വരുന്നത്.